Garfana party ready for inspection, sir. Garfana party. Dismiss. ആദ്യമായി സ്വാഗതം ആശംസിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഹർഷിത അട്ടല്ലൂരി IPS അവറുകൾക്കാണ്. മേഡം ഇപ്പോൾ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ IG ഓഫ് പോലീസ് ആയി സേവനമനുഷ്ഠിക്കുന്നു. മേഡമാണ് ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ഹർഷിത അട്ടല്ലൂരി IPS മാമിന് BASൻ്റെ പേരിൽ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ഗസ്റ്റ് ഓഫ് ഓണറായി ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ശ്രീ നാഗരാജു ചാകിലം IPS അവറുകൾക്കാണ്. കേരള പോലീസിൻ്റെ IG ആയി അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ ചുമതല വഹിക്കുന്നു. BAS കൊച്ചി ബ്രാഞ്ച് ഓഫീസിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന ശ്രീമതി കിരൺ നാരായണ IPS അവറുകൾക്കാണ്. നമ്മുടെ ഈ പരിപാടി നടത്തപ്പെടുന്ന വേദിയായിരിക്കുന്ന കേരള പോലീസിൻ്റെ ഈ പോലീസ് ട്രെയിനിങ് കോളേജിൻ്റെ പ്രിൻസിപ്പളാണ് മേഡം. മേഡം ആണ് നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ മുഖ്യ സന്ദേശം നൽകുന്നത്. കേരള BAS ഓഫീസിൻ്റെ പേരിലുള്ള ബഹുമാനപ്പെട്ട കിരൺ നാരായണ IPS അവറുകൾക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ബാലകൃഷ്ണൻ അവറുകൾക്കാണ്. അദ്ദേഹം ഇപ്പോൾ നാർക്കോട്ടിക്സ് വിഭാഗത്തിൻ്റെ അസിസ്റ്റൻറ്റ് കമ്മീഷണറായി സേവനമനുഷ്ഠിക്കുന്നു. ഈ പരിപാടിയിലേക്ക് ബഹുമാനപ്പെട്ട ശ്രീ ബാലകൃഷ്ണൻ അവറുകൾക്ക് BAS കേരള ഓഫീസിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിക്കുന്നു. സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിൻ്റെ ട്രെയിനിങ് സെക്ഷൻ നയിക്കുന്ന BAS കേരള ഓഫീസിൻ്റെ ജോയിൻറ്റ് ഡയറക്ടറായ ശ്രീ സന്ദീപ് എസ് കുമാർ സാറിനാണ്. കേരള BASൻ്റെ ബാക്ക് ബോണും ഊർജ്ജവുമായ അദ്ദേഹം തീർച്ചയായും ഇന്നീ നടത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രയോജനമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ശ്രീ സന്ദീപ് കുമാർ സാറിന് ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിൽ ഒരു പരിപാടി നടക്കുന്നു, അതിനെ ഇനോഗ്രേറ്റ് ചെയ്യണം എന്നാണ് കമ്മീഷണർ സാർ എന്നെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയത്, ഈ സ്റ്റാൻഡേർഡ്സും കുട്ടികളായിട്ട് വലിയൊരു കണക്ഷൻ ഉണ്ടോ, ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ആലോചിച്ചത്. അങ്ങനത്തെ സംശയം കുട്ടികൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്താണ് സ്റ്റാൻഡേർഡ്സ്, എന്താണ് ഈ ക്ലാസ്, ഇതിൻ്റെ ആവശ്യം ഞങ്ങൾക്കുണ്ടോ എന്ന കാര്യം തോന്നിയിട്ടില്ല. എല്ലാം ക്ലിയറായി അല്ലേ? പക്ഷേ എന്തോ ഇപ്പോൾ പോലീസ് നടത്തുന്ന പരിപാടിയാണ്, നമ്മളെല്ലാം SPCs ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാവും ധരിച്ചിട്ടാണ് കുട്ടികൾ വന്നിട്ടുണ്ടാവുന്നത് ഇവിടെ. സോ ഞാനും അങ്ങനെ ആലോചിച്ചു, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഇൻ അവർ ലൈഫ്സ്. സോ വെൻ വി സീ ദാറ്റ്, ഇപ്പോൾ നമ്മളൊരു സാധനം വാങ്ങാൻ പോകുന്നു, ഇപ്പോൾ ഇതിനകത്ത് കുട്ടികൾ ഒരു 18 പ്രായമായ കുട്ടികളുണ്ടാവും. ആ കുട്ടി ഒരു ബൈക്ക് വാങ്ങിച്ചു, ആ ബൈക്ക് വാങ്ങിച്ച ശേഷം ഒരു ഹെൽമെറ്റ് വാങ്ങാൻ പോകുന്നു. ആ ഹെൽമെറ്റ് വാങ്ങി, ഇതിനകത്ത് നല്ല ക്വാളിറ്റിയുള്ള ഹെൽമെറ്റ് തന്നെയാണ് നമുക്ക് ആവശ്യം. പക്ഷേ നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമുക്ക് അത്രയും ഒരു സമയമില്ല. ഇതിൻ്റെ ക്വാളിറ്റി എന്താണ്, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കാനുള്ള സമയമില്ല. ഒന്ന്, രണ്ടാമത് നമുക്ക് അത്ര എക്സ്പെർട്ടീസ് ഇല്ല. വി ആർ പോലീസ് ഓഫീസേഴ്സ്, വി ആർ ടീച്ചേഴ്സ്, വി ആർ സ്റ്റുഡൻസ്, നമ്മൾ എൻജിനീയേഴ്സ് അല്ല, നമുക്കറിയില്ല. പക്ഷേ അതിൻ്റെ പുറത്ത് ഒരു ISIയുടെ ഒരു മാർക്ക് നമ്മൾ കണ്ടു. നമുക്ക് മനസ്സിലായി ഇത് നല്ലൊരു ഹെൽമെറ്റ് തന്നെയാണ്, നമുക്ക് വാങ്ങണം, നമ്മൾ വാങ്ങിച്ചു വരികയാണ്. സോ വി ആർ ട്രസ്റ്റിംഗ് ദാറ്റ് മാർക്ക്. ആ ISIയുടെ മാർക്ക് നമ്മൾ വിശ്വസിക്കുകയാണ്. ഈ ഒരു ISI മാർക്കുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. സോ ഇഫ് വി ആർ ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ്, ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് ദ ലാംഗ്വേജ്, ഗ്ലോബൽ ലാംഗ്വേജ് ആയി. ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് us communicate to everybody in the world. So what I'm trying to say is you should become brand ambassadors to all the things that you learned today. ആൻഡ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം ഞാൻ ഒഫീഷ്യലായിട്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Inspector General of Police and Commissioner of Police to share his thoughts on this year's program. I would like to express my gratitude to Bureau of Indian Standards Kerala for giving our kids, the student police cadets. Yes, sir. We love our country. Only when you go back and teach,
you will remember better, you will understand better. That's why it is designed like this. So with these brief words, I thank BIS Kerala for giving us this opportunity. Jai Hind. Remind citizen consumers of their responsibilities and duties. I will buy products of good quality. I'm very happy to note that it's very important that you catch them young. The quality consciousness in our citizenry has to be inculcated at a very young age. I would share an experience of mine. Few years I was in France, ma'am. So I was living there, and my daughter, she went to nursery there. So I was very curious to see what is the curriculum of nursery. To fight to achieve the Sustainable Development Goals towards 2030, along with the sense of unity and taking the whole global scenario in your mind. So once again, thank you all. Thank you, Sandeep, for organizing this. Thank you. As a token of our appreciation, we would like to present a memento to you, ma'am. Sri Nagaraju Chagalam sir, IGP and Commissioner of Police, who honored this function with his inspirational thoughts. Thank you, sir. As a token of appreciation, we would like to present a memento to you, sir. Srimati Kiran Narayan IPS, Principal, Police Training College, for your support and making all the arrangement to conduct this program, and for your valuable thoughts. Sri Balakrishnan E, ACP, Narcotics, for your presence and your for the coordination of this thing. Thank you, sir. Once again, I thank all, one and all present here. Thank you. നിങ്ങൾ യൂസ് ചെയ്യുന്ന ടോയ്സിൻ്റെ കാറ്റഗറി പെടുന്ന എല്ലാ പ്രോഡക്ട്സിനും ISA മാർക്ക് നിർബന്ധമാണ്. ലോക ക്വാളിറ്റി വാരം ആചരിക്കുന്നത് നവംബർ 2nd വീക്കാണ്. അപ്പോൾ നമുക്ക് ഒക്ടോബർ നടത്താൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ ശരി, ഈ ആഴ്ച നമ്മൾ മിസ്സാക്കാൻ പാടില്ല, നിങ്ങളുമായിട്ടുള്ള പരിപാടി ഈ ആഴ്ച നടത്തണമെന്ന് വിചാരിച്ചു. Human rights, health and equality all hurt in the wake of war and disaster. നല്ല പെർഫോമൻസ് എന്നാണ് പലരും പറഞ്ഞത്. നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ കേട്ടറിയാം, പക്ഷേ നല്ല പെർഫോമൻസ് എന്ന് പറഞ്ഞു. കേൾക്കാൻ വളരെ പ്രയാസമാണ്. കാര്യം സ്റ്റാൻഡർഡൈസേഷൻ്റെ ആദ്യത്തെ ഡയറക്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. BIS എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ബോഡി, അതായത് ഇന്ത്യയിൽ ഈ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്തമുള്ള ഓർഗനൈസേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ്. സ്കൂബിഡേ എന്ന് പറയുന്ന ബ്രാൻഡിലാണ് അവർ ചെയ്യുന്നത്. കിറ്റക്സിൻ്റെ സ്കൂബിഡേ അവരുടെ ബാഗ് മാത്രമേ ഇന്ത്യയിൽ നമ്മൾക്ക് ISA മാർക്കുള്ള സ്കൂൾ ബാഗ്സ് കിട്ടുകയുള്ളൂ. ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയതിന് ശേഷം മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന അഡാപ്റ്ററിൻ്റെ പുറത്ത് ഈ രജിസ്ട്രേഷൻ മാർക്ക് ഉണ്ടോ എന്ന് നോക്കണം. ഈ രജിസ്ട്രേഷൻ മാർക്ക് സ്മാർട്ട് വാച്ചിന്, നമ്മുടെ LED ലൂമിനറീസിനുണ്ടാവും, നിങ്ങളുടെ വീട്ടിലെ TVയോട് കൂടെയുള്ള സെറ്റ് ടോപ്പ് ബോക്സിനുണ്ടാവും, ഇൻഡക്ഷൻ സ്റ്റോവിനുണ്ടാവും. ഈ മാർക്ക് നമ്മൾ ISA മാർക്ക് പറഞ്ഞതുപോലെ 3 ഘടകങ്ങളുണ്ട്. ഏറ്റവും മുകളിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡിൻ്റെ നമ്പർ, താഴെ രജിസ്ട്രേഷൻ നമ്പർ, നടുക്ക് നമ്മുടെ മാർക്ക്. അപ്പോൾ ഒരു ഉപഭോക്താവ് ജ്വല്ലറിയിൽ സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് അതിൻ്റെ പ്യൂരിറ്റിയാണ്, അല്ലേ? നമ്മൾ സ്വർണ്ണത്തിൻ്റെ നിരക്ക് എന്ന് TV-യിൽ റേഡിയോയിലൊക്കെ കേൾക്കും. ആ കേൾക്കുന്നത് പ്യുവർ ഗോൾഡിൻ്റെ റേറ്റാണ്. ജെന്യൂനിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് BISൻ്റെ ഒരു മൊബൈൽ ആപ്പുണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻ. BIS കെയർ എന്നാണ് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര്. കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി മെറ്റൽ ആർട്ടിക്കിൾസിൻ്റെ പുറത്ത് സിങ്ക് കൊണ്ടുള്ളൊരു കോട്ടിങ് കൊടുക്കുന്നതിനാണ് ഗാൽവനൈസിങ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് യുവർ ഡെഫിനിഷൻ ഓഫ് എ ഗുഡ് ക്വാളിറ്റി സോപ്പ്? എത്ര പേര് സോപ്പ് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ടോട്ടൽ ഫാറ്റി മാറ്ററിൻ്റെ TFM എന്ന് പറയും, ടോട്ടൽ ഫാറ്റി മാറ്ററിൻ്റെ പെർസെൻറ്റേജ് ശ്രദ്ധിക്കാറുണ്ട്? ലക്സിൻ്റെ പരസ്യത്തിൻ്റെ ആംബിയൻസ് ഈ ഒരു പോസും ഈ ഒരു കോമ്പിനേഷൻ ഓഫ് കളേഴ്സും ഒക്കെയാണ്. കണ്ടാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ലക്സ് എന്ന് വിചാരിച്ചു പോകും. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഡയമണ്ട്സിന് ഇപ്പോൾ ഹോൾമാർക്കിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാം. ഹോൾമാർക്ക് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് പ്രഷ്യസ് മെറ്റൽസിനാണ്, അതായത് ഗോൾഡ്, സിൽവർ, ജ്വല്ലറി. ക്വസ്റ്റ്യൻ ചോദിച്ച ആളുടെ പേരെന്താ? മൃദുല. റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ മൃദുല. വെരി വാലിഡ് ക്വസ്റ്റ്യൻ. ഗോൾഡ് പോലെ തന്നെ ഹൈ വാല്യൂ ഉള്ളൊരു സാധനമാണ് ഡയമണ്ട്, അല്ലേ? ഡയമണ്ടിന് നിലവിൽ സർക്കാർ
സർക്കാർ നേരിട്ട് ഒരു കൺട്രോൾ സിസ്റ്റം കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഡയമണ്ടിനും ഒരു സർട്ടിഫിക്കേഷൻ സിസ്റ്റം ഉണ്ട്. ഇല്ല, പ്ലാറ്റിനത്തിന് ISA മാർക്കല്ല, പ്രഷ്യസ് മെറ്റൽ ആയതുകൊണ്ട് ഹോൾമാർക്കാണ് വരേണ്ടത്. പ്ലാറ്റിനം ഒരു പ്രഷ്യസ് മെറ്റലാണ്. പക്ഷേ ഹോൾമാർക്കിന് വേണ്ടി നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഗോൾഡും സിൽവറും മാത്രമാണ്, പ്ലാറ്റിനം അല്ല. പ്ലാറ്റിനം ആ ഗ്രൂപ്പിൽ ഇപ്പോൾ പെടുത്തിയിട്ടില്ല. യെസ്, അത് പറയാം. നമ്മൾ ജ്വല്ലറിയിൽ പലപ്പോഴും വാങ്ങിക്കാൻ പോകുമ്പോൾ പ്രഷ്യസ് സ്റ്റോൺസ് എന്നൊരു ജനറൽ കാറ്റഗറിയാണ് കേൾക്കാറ്. ഡയമണ്ടിനെ അപേക്ഷിച്ച് ഇതിന് വാല്യൂ വളരെ കുറവാണ്. ഡയമണ്ടിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. എല്ലാ പ്ലാസ്റ്റിക്സിനും ISA യൂസ്. പ്ലാസ്റ്റിക്സ് പറയാം, പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് വളരെ ജനറലാണ്. ഇപ്പോൾ നമ്മുടെ യൂസ് ചെയ്യുന്ന പേനയുടെ പുറത്ത് ഒരു പ്ലാസ്റ്റിക് ഉണ്ട് അല്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റ്സ് ഉണ്ട്, കപ്സ് ഉണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് വെച്ച് ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്, ഓൾറെഡി മാൻഡേറ്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ഫേസ്ഡ്, ഞാനത് പറയാം, ഇലക്ട്രോണിക് ഗുഡ്സ് നമ്മുടെ നേറ്റീവ് പ്രൊഡക്ഷൻ കുറവാണ്, കൂടുതലും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ. പേപ്പറുണ്ടോ? യെസ്, ഇപ്പോൾ പ്രിൻ്റ് എടുക്കുന്ന പേപ്പർ കണ്ടിട്ടുണ്ടല്ലോ, A4 ഷീറ്റ്സ്. A4 ഷീറ്റ്സ് മാൻഡേറ്ററി സർട്ടിഫിക്കേഷൻ ഉള്ള സാധനമാണ്. ISA മാർക്കോടുകൂടി മാത്രമേ അത് ഇവിടെയിൽ കൊണ്ടുവരാവുള്ളൂ. ഇത് എല്ലാവരും മനസ്സിലാക്കുകയാണെങ്കിൽ ഒരുപാട് ചതികളും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പ്രത്യേകിച്ച് പരസ്യങ്ങളും അങ്ങനെ കണ്ട് നമ്മൾ ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ചെയ്യുന്നുണ്ട്. SPCയിലായതുകൊണ്ട് തന്നെ ഒരു ഭാഗ്യം എന്ന രീതിയിലാണ് ഇവിടെ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ കയറാൻ കഴിഞ്ഞതും ഇങ്ങനെ ഒരു ക്ലാസ്സിന് പങ്കെടുക്കാൻ കഴിഞ്ഞതും. സാധാരണക്കാർ ഒട്ടും ചിന്തിക്കാത്തതും നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ബ്രാൻഡ്, അതിനുമായിട്ട് ബന്ധപ്പെട്ട ക്വാളിറ്റി, നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ നമ്മൾ നോക്കാതെ പോകുന്ന പല കാര്യങ്ങളും, പല തെറ്റിദ്ധാരണകളും ഈ ക്ലാസ് വഴി മാറി കിട്ടി. SPCയിൽ ചേർന്ന് ഇങ്ങനെ നല്ല നല്ല ക്ലാസ്സുകൾ കിട്ടുന്നു. അതിൽ പെടുന്ന ഒരു നല്ല ക്ലാസ്സാണ് ഇന്ന് എനിക്ക് കിട്ടിയത്. നമ്മുടെ ISO മാർക്ക്, പിന്നെ അതേപോലെ നമ്മൾ ക്വാളിറ്റി ഐറ്റംസ് വാങ്ങാനും നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയെക്കുറിച്ചും കുറേ പറഞ്ഞു തന്നു. തിരുവനന്തപുരം സിറ്റി പോലീസിൻ്റെ ഭാഗമായിട്ടുള്ള 40 സ്കൂളുകളിലെ 4 കുട്ടികൾ വീതമുള്ള 160 കുട്ടികൾക്കാണ് ഇന്ന് BIS ഈ ക്ലാസ് സംഘടിപ്പിച്ചത്. ശരിക്കും എല്ലാ കുട്ടികളും അല്ലെങ്കിൽ നമ്മുടെ വളർന്നു വരുന്ന തലമുറയൊന്നും തന്നെ ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഓരോ പ്രോഡക്റ്റിൻ്റെയും ഓരോ കമ്മോഡിറ്റിയുടെയും സ്റ്റാൻഡേർഡ്, അതിൻ്റെ ക്വാളിറ്റി, ഇതൊന്നും തന്നെ ആരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളൊരു വസ്തുതയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ളൊരു ക്ലാസ് ആദ്യമായിരിക്കും. അത്യധികം കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നാർക്കോട്ടിക്സ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. SPC സ്റ്റുഡൻസ്, നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിലെ കുട്ടികൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. വീട്ടുകാർ ഉപദേശിച്ചു, വിദ്യാർത്ഥിനി ജീവനൊടുക്കി എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ സംഗതിയും. ഇത് മൊബൈൽ ഗെയിം ആണെന്നുള്ളൂ. അപ്പം ഒരു പ്രോഡക്റ്റ്, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്താണ് എന്ന് ഒരാൾക്ക് വ്യക്തമായി മനസ്സിലാക്കത്തക്ക രീതിയിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ആ ഒരു പാരഗ്രാഫിനെയാണ് സ്കോപ്പ് എന്ന് പറയുന്നത്.